കെ.പി. കേശവമേനോൻ പുരസ്കാരം മുൻ മന്ത്രി എ.കെ. ബാലന് സമർപ്പിക്കും. നവംബർ 9 നടക്കുന്ന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ പ്രസ്ഥാനത്തിലെ നേതാവും വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളും ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിലെ സജീവ പങ്കാളിയും മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപരും ആയിരുന്ന കെ.പി. കേശവമേനോന്റെ പേരുള്ള വിശിഷ്ട വ്യക്തികൾക്കുള്ള പുരസ്കാരം ഈ വർഷം മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലന് സമർപ്പിക്കും. തരൂർ മണ്ഡലത്തിലെ കെ.പി. കേശവമേനോൻ സ്മാരകത്തിന് തുക അനുവദിക്കുകയും വികസനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് മുൻ മന്ത്രി എ.കെ. ബാലനാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേശവമേനോന്റെ സ്മാരക പ്രവർത്തനങ്ങൾക്ക് പുറമെ തരൂർ മണ്ഡലത്തിലെ കണ്ണമ്പ്ര എം.ഡി. രാമനാഥൻ സ്മാരകം, പെരിങ്ങോട്ടുകുറിശി ഒളപ്പമണ്ണ സ്മാരകം, കാവശ്ശേരിയിൽ പക്ഷിശാസ്ത്രജ്ഞനായ പ്രൊഫസർ നീലകണ്ഠൻ സ്മാരകം, കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി പാലക്കാട് നഗരത്തിൽ സ്ഥാപിച്ച വി.ടി. സാംസ്കാരിക നിലയം എന്നിവ തുടങ്ങിയതും ബാലൻ മന്ത്രിയായിരിക്കെയാണ്. പാലക്കാട് ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി 2010 ഫെബ്രുവരി 10 കേന്ദ്രമന്ത്രി സുനിൽകുമാർ ഷിൻഡെ പ്രഖ്യാപിച്ചതും വൈദ്യുതി മന്ത്രിയായിരിക്കെ എ.കെ. ബാലന്റെ പ്രവർത്തന മികവാണ്. ഇന്ത്യ രാജ്യം വൈദ്യുത മേഖലയെ സ്വകാര്യവൽക്കരിച്ച ഘട്ടത്തിൽ കേരളത്തിലെ വൈദ്യുത മേഖലയെ പൊതുമേഖലയിൽ സംരക്ഷിച്ചു. ഊർജ്ജ സംരക്ഷണത്തിന് കേരളത്തിന് ദേശീയ അവാർഡ് ലഭിച്ചതും എ.കെ. ബാലന്റെ മികവാണ്. നവംബർ 9 തരൂർ കെ.പി. കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കും. 25,000 രൂപ, ഫലകം, കീർത്തിപത്രം അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി. മുരളി, ടി. കെ. ദാമോദരൻകുട്ടി, ഇ.പി. ചിന്നക്കുട്ടൻ, ടി. പത്മനാഭൻ, കെ. കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അതിൻ്റെ ഒരു ഔചിത്യത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർഷമായി പത്രസുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ ഇതിനോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക മുഖവുരയോ വലിയൊരു മുഖമോ ഒന്നും ആവശ്യമില്ല. ഇപ്രാവശ്യം വളരെ അതിൻ്റെ ക്രമം പാലിച്ചുകൊണ്ട് തന്നെ 2025 നവംബർ 9 ഞായറാഴ്ച തന്നെയാണ് പരിപാടി. അന്ന് കെ.പി. കേശവമേനോന്റെ 47ാം ചരമവാർഷിക ദിനമാണ്. 47ാം ചരമവാർഷിക ദിനമാണ്. ആ ദിവസം തന്നെയാണ് നമ്മളിത് നടത്തുന്നത്. അത് തരൂരിലെ കെ.പി. കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ പുരസ്കാര സമർപ്പണവും നടത്താറുള്ളത്. അതും വളരെ ഗാംഭീര്യത്തോടു കൂടി മഹത്തരമായ ഒരു പ്രൗഢിയോടുകൂടി തന്നെ നമ്മൾ നടത്തി വരുന്നതാണ്. എല്ലാ വർഷവും അതിലൊരു പൊലിമ നിലനിർത്താറുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ജൂറി ഐകകണ്ഠേന തിരഞ്ഞെടുത്തിട്ടുള്ളത് മുൻ MP, മുൻ മന്ത്രിയും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് ഇടപെടുകയും ചെയ്യുന്ന എ.കെ. ബാലൻ എന്ന് നമ്മൾ ബഹുമാനത്തോടെ വിളിക്കുന്ന, സ്നേഹത്തോടു കൂടി ബാലൻ എന്ന് വിളിക്കുന്ന എ.കെ. ബാലനാണ്. അപ്പോൾ അതിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 25,000 രൂപയും പിന്നെ കീർത്തിപത്രവുമാണ്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.